السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ അൽ അദ്വൽ മുഫ്രദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ദർസിൽ നാം വായിച്ച ഹദീസ്, അവസാനത്തിൽ ഒരു ഹദീസ് വായിച്ചു. ആ ഹദീസിന്റെ ആശയങ്ങളെ വിശദീകരിക്കുന്നതിന് മുമ്പ് സമയം ക്ലാസ് അവസാനിപ്പിച്ചതുകൊണ്ട് ആ ഹദീസ് ഒന്നുകൂടി വായിക്കുകയും എന്നിട്ട് നമുക്ക് അതിന്റെ വിശദീകരണം പറയാം. ബാബു ബൈഇൽ ഖാദിം മിനൽ അഅറാബ്. ഒരു അറാബിയോട് അല്ലെങ്കിൽ അറാബിക്ക് അടിമയെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഈ ബാബിന്റെ പേര് വരാനുള്ള കാരണം അറാബികൾ അടിമകളോട് വളരെയധികം പരുഷമായി പെരുമാറുന്ന ആളുകളാണ്. കഴിഞ്ഞ ഹദീസുകൾ നമ്മൾ കണ്ടു, അടിമകളോട് കൃപയോടുകൂടി വേണം പെരുമാറാൻ എന്നുള്ളത്. അപ്പോൾ പരുഷമായി പെരുമാറുന്ന അറാബികൾക്ക് അടിമകളെ വിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിലുള്ളതാണ്. അൻ അംറത അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ ദബ്ബറത് അമതൻ ലഹാ. ആയിഷ റളിയല്ലാഹു അൻഹാ തന്റെ ഒരു അടിമയെ മുദബ്ബറത്തായി തീരുമാനിച്ചു. മുദബ്ബറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജമാനൻ ആരാണോ, യജമാനന്റെ മരണശേഷം ആ അടിമ സ്വതന്ത്രയായിരിക്കും. ആണാവട്ടെ പെണ്ണാവട്ടെ, യജമാനന്റെ മരണശേഷം ആ അടിമ സ്വതന്ത്രയായിരിക്കും എന്ന് തീരുമാനിക്കുന്നതിനാണ് മുദബ്ബറത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു അടിമ സ്ത്രീയെ തീരുമാനിച്ചിരുന്നു. ഫഷ്തകത് ആയിഷ. അങ്ങനെ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് രോഗം ബാധിച്ചു, കുറച്ച് ബുദ്ധിമുട്ടുകൾ ബാധിച്ചു. ഫസഅല ബനു അഖീഹാ ത്വബീബൻ മിൻ അസ്സുത്ത്. ആയിഷ ബീവിയുടെ സഹോദരന്റെ മക്കൾ അഥവാ സഹോദരന്റെ മക്കൾ അവരെന്ത് ചെയ്തു? സുത്തിൽ നിന്ന്, സുത്ത് എന്ന് പറഞ്ഞാൽ സുഡാനിലും ഇന്ത്യയിലുമുള്ള ഗോത്രവർഗങ്ങൾക്കാണ് സുത്ത് എന്ന് പറയുക. അതിൽപ്പെട്ട ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു ത്വബീബിനെ, ഒരു വൈദ്യനെ കൊണ്ടുവന്നു. ഫഖാല. അപ്പോ അയാൾക്ക് നല്ല കഴിവുള്ള ആളാണ് വൈദ്യത്തിൽ. അത് പറഞ്ഞു, ഇന്നകും തുഖ്ബിറൂനി അൻ ഇംറഅത്തിൻ മസ്ഹൂറ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അവസ്ഥകളെല്ലാം പറഞ്ഞപ്പോ ഈ വൈദ്യൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് സിഹ്ർ ബാധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കാര്യമാണ്. സിഹ്ർ ബാധിക്കപ്പെട്ടിട്ടുണ്ട്, അതാണ് ഇത് പ്രശ്നമെന്ന് പറഞ്ഞു. സഹറത്ഹാ അമതുൻ ലഹാ. അപ്പോ അവർ പറഞ്ഞു, ഒരു അടിമയാണ്, അടിമ സ്ത്രീയാണ്, ആയിഷ ബിയുടെ അടിമ സ്ത്രീയാണ് സിഹ്ർ ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് പറഞ്ഞു. ആയിഷ, അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അറിയിക്കപ്പെട്ടപ്പോൾ ഖാലത് സഹർതീനി. ആ അടിമപ്പെണ്ണിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ എനിക്ക് സിഹർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നീ എനിക്ക് സിഹർ ചെയ്തോ? ഫഖാലത് നഅം. അപ്പോൾ അവർ പറഞ്ഞു അതെ. ഫഖാലത് വലിമ. അപ്പോൾ എന്തിനാണ് നീ അത് ചെയ്തത് എന്ന് ചോദിച്ചു. ലാ തൻജീനി അബദ. അപ്പൊ അടിമപ്പെണ്ണ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒരിക്കലും സ്വതന്ത്രയാക്കൂല എന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പോൾ ആ അടിമപ്പെണ്ണ് അറിഞ്ഞിട്ടുണ്ടാകില്ല ആയിഷ ബീവി തീരുമാനിച്ചത്. അതിൽ ആയിഷ ബീവിക്ക് എന്തെങ്കിലും അസുഖം വരാൻ ആ നിലക്കായിരിക്കാം. ثم قالت. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബിഊഹാ മിൻ ശദ്ദിൽ അറബി മലകതൻ. അറാബികളിൽപ്പെട്ട ഏറ്റവും മോശമായി അടിമകളോട് പെരുമാറുന്ന ഒരു യജമാനന് അവളെ വിൽക്കുക എന്ന് ആയിഷ ബീവി പറഞ്ഞു. കാരണം ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട്. ഇവിടെ ബാവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അറാബിയായ ആൾക്ക് അഥവാ അടിമകളോട് പരുഷമായി പെരുമാറുന്ന ഒരാൾക്ക് അടിമയെ വിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ അടിമയെ കൊണ്ട് ഈ രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അടിമകളെ അങ്ങനെയുള്ള ഒരാൾക്ക് വിൽക്കൽ അനുവദനീയമാണ് എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിഷയം, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സിഹ്ർ ബാധിച്ചു എന്നുള്ളതാണ്. കാരണം സിഹ്ർ എന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്.
ആ സിഹർ എന്നുള്ളത് ഒരു സ്വാലിഹാണെങ്കിലും മുഅ്മിനാണെങ്കിലും തഖിയാണെങ്കിലും എല്ലാം അത് ബാധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചതായി സ്വഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ചില ആളുകൾ അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട് മാത്രം ഈ ഹദീസുകളെ നിഷേധിക്കുന്നത് കാണാം. എന്നാൽ അത് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉഹദ് യുദ്ധത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? മുറിവേറ്റിട്ടുണ്ട്, പല്ല് പൊട്ടിയിട്ടുണ്ട്, മനുഷ്യന്മാരിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പിശാചിന്റെ ഒരു ഉപദ്രവം മാത്രമാണ്, അത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ കീഴിൽ മാത്രമാണ് സംഭവിക്കുള്ളൂ. ഒരാൾക്ക് സിഹർ ചെയ്തു എന്നുകൊണ്ട് നിർബന്ധമായും അത് സംഭവിച്ചിരിക്കണം എന്നൊരു നിയമമൊന്നുമില്ല. ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്ന പോലെ. അപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ സിഹർ ബാധിക്കുക എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെ ബാധിക്കാം. എന്നാൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത്, അതുപോലെയുള്ള പിശാചിന്റെ ഷെറിൽ നിന്ന് രക്ഷ തേടാൻ പറഞ്ഞിട്ടുള്ളത് ഖുർആൻ കൊണ്ടും അതുപോലെ തന്നെ ദുആകൾ കൊണ്ടും അതുപോലെ രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ കൊണ്ടുമെല്ലാം രക്ഷ തേടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതും. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇത് ബാധിച്ചപ്പോ ആ അടിമപ്പെണ്ണിനെ ഈ രീതിയിൽ എന്തു ചെയ്തു? വിൽക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. മോശപ്പെട്ട യജമാനനായിട്ടുള്ള ആൾക്ക് അഥവാ അടിമകളോട് കാരുണ്യം കാണിക്കാത്ത ആൾക്ക് വിൽക്കാൻ പറയുകയുണ്ടായി. അടുത്ത ഹദീസ്, അടുത്ത ബാബുൽ അഫ്വി അനിൽ ഖാദിം. ഖാദിമായിട്ടുള്ള ജോലിക്കാരനായിട്ടുള്ള നമ്മുടെ താഴെയുള്ള ആളുകൾ, അടിമകളാവട്ടെ അല്ലാതെയുള്ള ആളുകളാവട്ടെ, വലിയൊരു മുതലാളിയാണെങ്കിൽ അവന് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും, യജമാനു കീഴിലുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളോട് അഫ്വ്, വിട്ടുവീഴ്ച കാണിക്കുക, അവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. عن أبي أمامة رضي الله عنه قال أقبل النبي صلى الله عليه وسلم معه غلامان. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് അടിമകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. فوهب أحدهما لعلي. അതിൽ ഒരടിമയെ അലി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. വഖാല, എന്നിട്ട് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ തദ്രിബ്ഹു, നീ അവനെ അടിക്കരുത്. ഫഇന്നി നുഹീതു അൻ ദർബി അഹ്ലി സ്വലാ. നിസ്കാരത്തിന്റെ ആളുകളെ, നിസ്കരിക്കുന്നവരെ അടിക്കുന്നത് എന്നോട് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. വഇന്നി റഅയ്തുഹു യുസല്ലി മുൻദു അഖ്ബലനാ. ഈ അടിമ ഇവൻ നമ്മുടെ അടുക്കൽ വന്ന മുതൽ അവൻ കൃത്യമായി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വഅത അബാദജിൻ ഗുലാമൻ. മറ്റേ അടിമയെ അബൂദർ റളിയല്ലാഹു അൻഹു കൊടുത്തു. വഖാല, എന്നിട്ട് പറഞ്ഞു, ഇസ്തൗസി ബിഹി മഅറൂഫ. നീ അവനോട് ഏറ്റവും നല്ല നിലയിൽ, മാന്യമായ നിലയിൽ നീ പെരുമാറണം. ഫഅതഖഹു. അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അടിമയെ മോചിപ്പിച്ചു, സ്വതന്ത്രനാക്കി. ഫഖാല, അപ്പോൾ ചോദിച്ചു, മാ ഫഅല, നീ എന്താ നീ ചെയ്തത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല, അബൂദർ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അമർതനി അൻ അസ്തൗസിയ ബിഹി ഖൈറ ഫഅതഖതുഹു. നിങ്ങൾ പറഞ്ഞു അടിമയോട് എന്തായിരിക്കണം? നല്ല രീതിയിലായിരിക്കണം എന്ന് എന്നോട് വസിയത്ത് ചെയ്തത്. നല്ല രീതിയിൽ നിൽക്കണം, നല്ല രീതിയിൽ നോക്കണം എന്നുള്ള നിലക്ക് അവനോട് ചെയ്യാവുന്നതിൽ വെച്ച് ഒരു നന്മയായതുകൊണ്ട് അവനെ ഞാൻ സ്വതന്ത്രനാക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ അൽ ഖിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ ഹദീസിൽ അടിമകളോട് കാണിക്കേണ്ട വിട്ടുവീഴ്ചയുമായി ബന്ധപ്പെട്ടാണ് ബാബ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത്, അലി റളിയല്ലാഹു അൻഹു കൊടുത്ത അടിമയോട്, അടിമയെ നൽകിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് എന്താണ് പറഞ്ഞത്? ലാ തദ്രിബ്ഹു, അവനെ നീ അടിക്കരുത്, അടിമകളെ അടിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. എന്നാൽ തദ്രീബിന്റെ ഭാഗം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മുമ്പത്തെ ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. അദബ് പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് അടിക്കാൻ അനുവദനീയമായ മേഖലയുണ്ട്. അല്ലാതെയുള്ള അടി നീ അടിക്കരുത്. എന്നിട്ട് പക്ഷേ അടിക്കരുത് എന്ന് പറഞ്ഞെടുത്ത് പ്രത്യേക ഒരു കാരണവും പറഞ്ഞു. എന്താണ്? ഫഇന്നി നുഹീതു അൻ ദർബി അഹ്ലി സ്വലാ. നിസ്കരിക്കുന്ന ആളുകളെ, നിസ്കാരത്തിന്റെ ആളുകളെ അടിക്കരുത് എന്ന് എനിക്ക് വിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. നിസ്കാരത്തിന്റെ ഫദ്ൽ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളം പ്രാധാന്യമുണ്ട് നിസ്കാരത്തിന്, നിസ്കാരം നിലനിർത്തുന്ന ആളുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്. കാരണം അവരോട് പ്രത്യേകം ഇഹ്സാൻ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? വഇന്നി റഅയ്തുഹു യുസല്ലി മുൻദു അഖ്ബലനാ.
അവൻ നമ്മുടെ അടുക്കൽ എത്തിയത് മുതൽ കൃത്യമായി അവൻ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കാരണം കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്ന ഒരാൾക്ക് അവനെ അടിക്കേണ്ട ഒരാവശ്യം വരില്ല. ആ ഒരു രീതിയിൽ വരെ അവൻ ഏറ്റവും നല്ല രീതിയിൽ അവന്റെ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ആളായിരിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ശരിയാവണ്ണം നിസ്കരിക്കുന്ന ഒരാൾ, അതിന്റെ ഫിഖ്ഹും ബാഹ്യവും ആന്തരികവും ശരിയാവണ്ണം നിസ്കരിക്കുന്ന ഒരാൾ അവൻ മ്ലേച്ഛവൃത്തികളിലോ അല്ലെങ്കിൽ ഹറാമുകളിലോ തിന്മകളിലേക്കോ മുഴുകുന്ന അവസ്ഥയിൽ നിന്ന് അവനെ തടയാൻ നിസ്കാരം മതിയാവും. നിസ്കാരം ബാഹ്യമായി അതിന്റെ കൃത്യമായ രീതി സുന്നത്തനുസരിച്ചായിരിക്കണം. ആന്തരികമായിട്ട് ഖുശൂഅോടുകൂടി ഖുദൂഅോടുകൂടി അള്ളാഹുവിനോടുള്ള ഭയഭക്തിയോടുകൂടി അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റോടുകൂടി ഇഹ്സാനോടുകൂടി നിർവഹിക്കുകയാണെങ്കിൽ ആ നിസ്കാരം ബാക്കിയുള്ള ഹറാമുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് അവനെ തടയാൻ അതൊരു കാരണമായി മാറും. പിന്നെ അവനെ അടിക്കേണ്ട തഹ്ദീബിന്റെ ബാബിൽ പോലും അടിക്കേണ്ട ഒരു ആവശ്യം വരാത്ത വിധം നിസ്കാരക്കാരനാണ് അവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു. രണ്ടാമത് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തനിക്ക് ലഭിച്ച അടിമയോട് കാണിച്ച ഇഹ്സാനാണ്. അടിമയെ നൽകിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് അവനോട് ഏറ്റവും നല്ല രീതിയിൽ നന്മയിൽ നീ വർത്തിക്കണം എന്നാണ്, ഏറ്റവും നല്ല രീതിയിൽ നിൽക്കണം എന്നാണ്. അപ്പൊ ആ നല്ല രീതിയിൽ നിൽക്കണം എന്നുള്ളതിൽ അബൂദർ റളിയല്ലാഹു അൻഹു ചെയ്താൽ എന്താ, കാരണം അത്രയും വില പിടിച്ചിരുന്ന കാര്യമാണ്. മുമ്പ് പറഞ്ഞു, ഇന്ന് കാലത്ത് നല്ല വില പിടിച്ചൊരു വാഹനമുണ്ട്, വില പിടിച്ചൊരു വീടുണ്ട്, ആ രീതിയിലാണ് അന്നൊരു അടിമ ഉണ്ടാകുക എന്ന് പറഞ്ഞ. തനിക്കൊരു അടിമ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ്. അപ്പോ ആ അടിമയെ കിട്ടിയിട്ട് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയോട് നന്മ ചെയ്യാൻ പറഞ്ഞതിന്റെ പേരിൽ എന്ത് ചെയ്യുകയാണ്, അവരെ പൂജിപ്പിക്കുകയാണ്, അടിമകളോട് നന്മ ചെയ്യുക. ഇത് നമ്മൾ അടിമകൾ എന്ന് പറയുമ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ കീഴിൽ നിൽക്കുന്ന നമ്മുടെ ജോലിക്കാരാവട്ടെ നമ്മുടെ പണിക്കാരാവട്ടെ അവരോടൊക്കെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവ ഗുണമാണ്. അടുത്ത ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദിമ النبي സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-മദീനത വലൈസ ലഹു ഖാദിമുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന സമയത്ത്, മദീനയിൽ ഹിജറ ചെയ്ത് മദീനയിൽ എത്തിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരില്ല, ഒരു ഖാദിമില്ല, ഒരു ജോലിക്കാരനായിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം വിട്ട് ഹിജറ ചെയ്ത് വന്നിരിക്കുകയാണ്. فأخذ أبو طلحة بيدي, അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്റെ കൈ പിടിച്ചു. فانطلق بي, എന്നിട്ട് എന്നെ കൊണ്ടുപോയി. അവിടെ ഒരു കാര്യം പറയേണ്ടത്, അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആരാണ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ ഉമ്മാന്റെ പേരെന്താണ്? ആർക്കെങ്കിലും അറിയോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ ഉമ്മാന്റെ പേര് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായിരുന്നു മാലിക്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മാലിക് പോവുകയും ഉമ്മു സുലൈമും അനസ് ഇബ്നു മാലിക്കും ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നല്ല സൗന്ദര്യമുള്ളവും കുലീനമായ കുടുംബത്തിലെ സ്ത്രീയായിരുന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു മുശ്രിക്കായിരുന്ന കാലത്ത് വിവാഹം അന്വേഷിച്ചു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. അങ്ങനെ 3 തവണ വന്നപ്പോഴും ശിർക്കിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി നിക്കാഹിന്റെ മഹറായിട്ട് ഇസ്ലാം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരണം മഹറായി സ്വീകരിച്ച സ്ത്രീയാണ് ആര്? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അബൂ തൽഹ റളിയല്ലാഹുവിന്റെ ഭാര്യയായി. അപ്പോ തന്റെ ഭാര്യയിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയ്ക്ക് ആദ്യ ഭർത്താവുള്ള മകനാണ് അനസ് ഇബ്നു മാലിക്. അപ്പൊ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ അനുവാദത്തോടു കൂടിയും സമ്മതത്തോടു കൂടിയും ആഗ്രഹത്തോടു കൂടിയുമാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കൊണ്ടുപോകുന്നത്. അന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 10 വയസ്സാണ്. 10 വയസ്സാണ് പ്രായം. അങ്ങനെ എന്നെ കൊണ്ടുപോയി. ഹത്താ അദ്ഖലനി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നെ അബൂ തൽഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ നബിയല്ലാഹ്, അബൂ തൽഹ പറഞ്ഞു, അല്ലാഹുവിന്റെ നബിയെ, ഇന്ന അനസൻ ഗുലാമുൻ കയ്യിസുൻ ലബീബുൻ. തീർച്ചയായും അനസ് കയ്യിസാണ്. കയ്യിസ് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള, കഴിവുള്ള, വിവേകമുള്ള, കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ സാധിക്കുന്ന. ലബീബ് എന്ന് പറഞ്ഞാലും നല്ല വിവേകമുള്ള, പിന്നെ ലുബുള്ള ആളെന്നെല്ലാം പറയുമല്ലോ, നല്ല വിവരമുള്ള ആളാണ്, കഴിവുള്ള ആളാണ്, കുട്ടിയാണ്. ഫലിയഖ്ദുംക, അവൻ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യും, നിങ്ങളുടെ ഖാദിമായിട്ട് ഇവനെ നിങ്ങൾ വെക്കണം, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഇവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഖാല, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖദിംതുഹു ഫിസ്സഫരി വൽഹദർ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒപ്പം ഖിദ്മത്ത് ചെയ്തു.
യാത്രയിലല്ലാത്തപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. മഖ്ദമഹുൽ മദീന ഹത്താ തുവഫിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയിൽ വന്നത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ, അതായത് 10 വർഷക്കാലം, 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖാദിമായിരുന്നു അനസ് ബിൻ മാലിക്. എന്നിട്ട് ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, മാ ഖാല ലി അൻ ഷൈഇൻ സനഅതുഹു ലിമ സനഅത ഹാദാ ഹകദാ, ഒരിക്കലും ഞാൻ ചെയ്തൊരു കാര്യത്തിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടില്ല നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ല. വലാ ഖാല ലി ഷൈഇൻ ലം അസ്നഅഹു അലാ സനഅത ഹാദാ ഹകദാ, ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന്റെ പേരിൽ നിനക്ക് അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്ന നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഇത്രയുമാണ് അതുൽ മുഫ്രദ് റിവായത്തിൽ. വേറെ ചില റിവായത്തുകളിൽ നമുക്ക് കാണാം, ബാക്കിയുള്ള വീട്ടിലെ ആളുകൾ നബിയുടെ പത്നിമാരോ മറ്റാരെങ്കിലോ അനസ് ബിൻ മാലിക്കിനെ ചീത്ത പറഞ്ഞത് കേട്ടാൽ, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചീത്ത പറയുന്നത് കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അവന്റെ മേലെ രേഖപ്പെട്ട് വെക്കപ്പെട്ടതിന്റെ പേരിൽ എന്തിനാ അവനെ വെറുതെ ചീത്ത പറയുന്നത് എന്ന് വരെ പറയാറുണ്ടായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 10 വർഷം ഒരു യജമാനന്റെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ള സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാൾ പറയാണ് ഒരിക്കൽ പോലും ചീത്ത പറഞ്ഞിട്ടില്ല എന്നല്ല, അടിച്ചിട്ടില്ല എന്നല്ല, വേറെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടില്ല എന്നല്ല, ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ എന്തിനാ ചെയ്തത് എന്നോ ചെയ്യാത്തതിന്റെ പേരിൽ നിനക്ക് ചെയ്യാമായിരുന്നില്ലേ എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത്രയും നല്ല ഖുലുഖുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിമകളോട് പോലും, ജോലിക്കായി നിൽക്കുന്ന ആളുകളോട് പോലും അത്രത്തോളം കൃപയും കാരുണ്യവും കാണിച്ചിരുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സയ്യിദ് റളിയല്ലാഹു അൻഹു ചരിത്രം തന്നെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തു മകനായിട്ട് വളർന്നുകൊണ്ടിരുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹു യഥാർത്ഥ ഉപ്പയും ഉമ്മയും കുടുംബക്കാരും വന്നിട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായിട്ട് ഇവിടെ ഞാൻ നിന്നോളാം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എത്രത്തോളം മഹത്വമുള്ളതായിരുന്നു എന്ന് നാം ചിന്തിക്കണം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്ന ആളുകളാകുമ്പോൾ നമ്മുടെ സ്വഭാവം, നബിയുടെ ജീവിത രീതിയും സുന്നത്തുകളും സ്വഭാവങ്ങളൊക്കെ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും അള്ളാഹുവിനോട് സഹായം തേടുകയും വേണം. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തമമായ സ്വഭാവ ഗുണത്തിന് ഉടമയായിരുന്നു. അള്ളാഹു അത് ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അടുത്ത ബാബു അൽ ഖാദിമു യുദ്നിബു, തെറ്റ് ചെയ്യുന്ന ഒരു അടിമ അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ ഒരാൾ തെറ്റ് ചെയ്യുന്ന ആളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അൻ ലഖീത് ബിൻ സബിറ റളിയല്ലാഹു അൻഹു ഖാല, സഹാബി അദ്ദേഹം പറയാണ്, ഇൻതഹൈതു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തി. വദഫഅ അർ-റാഇ ഫിൽ മുറാഹി സഖ്ലതൻ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ ആടിനെ എല്ലാം മേക്കുന്ന ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആടുകളുമായിട്ട്, ആടുകൾ ഉണ്ടായിരുന്നു, അതിനെ മേച്ചു കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഇത് കുറച്ച് സംഭവമാണ്, ഇതിലുള്ള റിവായത്ത് വായിച്ചിട്ട് മുഴുവൻ പറയാം. لا تحسبن ولم يقل لا تحسبن إن لنا غنما 100 لا نريد أن تزيد فإذا جاء الراعي بصخلة ذبحنا مكانها شاة. അപ്പോ ഈ ആടിനെ മേയ്ക്കുന്ന ആൾ വരുമ്പോൾ അതൊരു കുട്ടിയായിട്ടുള്ള ഒരു ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് 100 ആടുകളുണ്ട്, അതിലെണ്ണം ഇനി കൂടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഒരു കുട്ടി ഉണ്ടായല്ലോ, അതുകൊണ്ട് വലിയൊരു ആടിനെ അതിന് പകരം അറുത്തോളാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അറുക്കാൻ വേണ്ടി പറഞ്ഞു. ഫകാന ഫീമാ ഖാല, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ വ്യക്തിയോട്, ആരോട്, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബിയോട്, ലാ തദ്രിബ് വഈനതക കദർബിക അമതക, നീ നിന്റെ ഭാര്യയെ, വഈന എന്ന് ഉദ്ദേശിക്കുന്ന ഭാര്യയാണ്, ഭാര്യയെ നിന്റെ അടിമയെ അടിക്കുന്നത് പോലെ നീ അടിക്കരുത്. വഇദസ്തൻഷഖ്ത ഫബാലിഗ് ഇല്ലാ അൻ തകൂന സായിമൻ, നീ വുളു എടുക്കുമ്പോൾ മൂക്കിലേക്ക് വെള്ളം കയറ്റുമ്പോൾ നീ നല്ല രീതിയിൽ കയറ്റുക, നോമ്പുകാരനല്ല എങ്കിൽ. ഇതിൽ എന്താ അറിയില്ല, അതുൽ മുഫ്രദിൽ ഈ ഒരു ഭാഗം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഹദീസ് ഒരു കുറച്ചുകൂടി ദൈർഘ്യമേറിയ ഹദീസാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഖീത് ഇബ്നു സബിറ എന്നുള്ള ഈ സഹാബി, ആ സഹാബി ബനി അൽ മുൻതഫിഖ് എന്നുള്ള ഗോത്രത്തിൽ പെട്ടതാണ്. അപ്പൊ ആ ഗോത്രക്കാർ കുറെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നു, മദീനയിൽ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയപ്പോൾ ആയിഷ ബീവി അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകി, ഈത്തപ്പഴവും മറ്റുമെല്ലാം ഭക്ഷണം നൽകി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവര് ഇരുന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആടുകളെ മേച്ചുകൊണ്ട് ആട്ടിടയും വരുന്നത്. അപ്പൊ അതിൽ ചെറിയ കുട്ടിയായിട്ടുള്ള ഒരു ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ എന്താ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ ഒരു ആട്ടിൻകുട്ടി, ഒരു ചെമ്മരി ആടിന് ഒരു ആടിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, ആ കുട്ടിയുടെ കരച്ചിലാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നമുക്ക് 100 ആടുകളാണുള്ളത്, ഇപ്പൊ എന്തായി, ഒരെണ്ണം കൂടിയിട്ടുണ്ട്. അപ്പൊ എണ്ണം കൂടുതലാവാൻ 100 എണ്ണം മതി, കൂടുതലാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് പകരമായിട്ട് വലിയ ഒരു ആടിനെ അറുത്ത് മാംസം ദാനം ചെയ്യാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ ഒക്കെ എല്ലാം പറഞ്ഞ് അറുക്കാൻ പറഞ്ഞു. അതാണ് സംഭവം. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് ഇന്ന ലി ഇംറഅതൻ വ ഇന്ന ഫീ ലിസാനിഹാ ഷൈഅൻ യഅനി അൽ ബദാ. പറഞ്ഞു, എനിക്ക് ഭാര്യയുണ്ട്, പക്ഷെ ആ ഭാര്യ എന്റെ ഭാര്യ ഒരു മോശം സ്വഭാവമുണ്ട്, അവള് ചീത്ത പറയുന്ന, മോശപ്പെട്ട വാക്കുകൾ പറയുന്ന ഒരു ഭാര്യയാണ്, ചീത്ത പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഖാല അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്വല്ലിഖ്ഹാ, നീ അവളെ ത്വലാഖ് ചെയ്തോ എന്ന് പറഞ്ഞു. ഇദൻ ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ഇന്ന ലഹാ സുഹ്ബതൻ വലിയ മിൻഹാ വലദുൻ. അപ്പൊ ഇയാൾ പറഞ്ഞു, റസൂലേ, എനിക്ക് അവളായിട്ട് നല്ലൊരു സമയമുണ്ട്, നല്ലൊരു ജീവിതം ലഭിക്കുന്ന സമയമുണ്ട്, ഇങ്ങനെ ഒരു മോശം സ്വഭാവം ഉണ്ട് എന്നുള്ളൂ, അതുപോലെ അവളിൽ എനിക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞു. قال فمرها يقول عبها فإن يك فيها خير فستفعل ولا رسول الله صلى الله عليه وسلم അങ്ങനെയാണെങ്കിൽ നീ അവളെ ഉപദേശിക്ക്, നീ നന്മ ഉപദേശിക്ക്, അവൾ നല്ല ആണെങ്കിൽ നന്മയുണ്ടെങ്കിൽ അവൾ അതനുസരിച്ച് മാറുമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലാ തദ്രിബ് വഈനതക കവർബിക ഉമയ്യതക, നിന്റെ അടിമ പെണ്ണിനെ നീ അടിക്കുന്നത് പോലെ, തഅദീബിന് വേണ്ടി അടിക്കുന്നത് പോലെ ഭാര്യയെ അടിക്കരുത്. ഫഖുൽതു യാ റസൂലല്ലാഹ്, അപ്പോൾ ഈ സഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനി അനിൽ വുദൂ, വുദൂഇനെ കുറിച്ച് എനിക്ക് അറിയിച്ചു തന്നാലും പറഞ്ഞു തന്നാലും. ഖാല അസ്ബിഗൽ വുദൂഅ വഖല്ലിൽ ബൈനൽ അസാബി, നീ വുദൂ പൂർണ്ണമായിട്ട് എടുക്കുക, നിന്റെ വിരലുകൾക്കിടയിൽ തഖ്ലീൽ ചെയ്യുക, അഥവാ വിരലുകൾക്കിടയിലുള്ള സ്ഥലങ്ങളിൽ വെള്ളം നനയ്ക്കുക എന്ന് പറഞ്ഞു. നനയ്ക്കുക എന്ന് പറഞ്ഞാൽ വിരൽ ഇങ്ങനെ ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആക്കുക. വബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ് ഇല്ലാ അൻ തകൂന സായിമൻ, നീ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ നല്ല രീതിയിൽ വെള്ളം കയറ്റി ചീറ്റുക, നോമ്പുകാരനല്ല എങ്കിൽ. ഇതാണ് ആ സംഭവം. ഇതിൽ ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം, ഭാര്യ ഇങ്ങനെ ഒരു വൃത്തികെട്ട, ചീത്ത പറയുന്ന, മോശം പറയുന്ന സ്വഭാവമുള്ള ആളാണ് എന്ന് പറഞ്ഞപ്പോൾ അത് പൊതുവായിട്ട് നമ്മുടെ കീഴിലുള്ള എല്ലാവർക്കും ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഒഴിവാക്കാൻ പറഞ്ഞു, പക്ഷെ അവളിൽ നല്ല ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉപദേശിക്കാൻ പറഞ്ഞു. അപ്പോ നമ്മുടെ കീഴിലുള്ള ആളുകൾ അവർക്ക് മോശപ്പെട്ട സ്വഭാവങ്ങൾ, തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഉപദേശിച്ച് അവർ നേരെയാവുമെങ്കിൽ അതിന് പരിശ്രമിക്കണം. അതല്ല എങ്കിൽ പിന്നെന്താണുള്ളത്, അവരെ നമുക്ക് ഒഴിവാക്കുന്ന മാർഗമാണുള്ളത്. അപ്പോൾ അവരെ ഉപദേശിച്ചുകൊണ്ട് നന്മയിലേക്ക് നയിക്കുന്ന ഒരു കാര്യം ഉപദേശിച്ച് അതിനുള്ള അവസരം നൽകാൻ ഇത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ അവരെ ഒഴിവാക്കുന്ന അവസ്ഥയിലേക്കും, അത് ഭാര്യ എന്ന നിലക്കല്ല, അടിമയാണെങ്കിലും മറ്റുള്ള ജോലിക്കാരാണെങ്കിലും ആരാണെങ്കിലും. അടുത്ത ബാബ്, ബാബു മൻ ഖസമ അലാ ഖാദിമിഹി മഖാഫത സൂഇ ظن. അടിമയുടെ വിഷയത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പൂർണ്ണമായി ചെയ്യുക, അത് ഒരു മോശപ്പെട്ട ചിന്ത വരാതിരിക്കാൻ വേണ്ടി. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? അൻ അബിൽ ആലിയ റളിയല്ലാഹു അൻഹു ഖാല കുന്നാ നുഅ്മറു അൻ നഖ്തിമ അലൽ ഖാദിം. അടിമയുമായിട്ടുള്ള അല്ലെങ്കിൽ ജോലിക്കാരനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വനകീലു വനഉദ്ദുഹ, എന്തെങ്കിലും സാധനം അടിമയുടെ കയ്യിൽ തൂക്കി ഏൽപ്പിക്കുന്ന കാര്യമാണെങ്കിൽ അത് കൃത്യമായി തൂക്കം എത്ര ഉണ്ട് എന്നൊക്കെ നോക്കും. അല്ലെങ്കിൽ പണമോ മറ്റോ എണ്ണി തിട്ടപ്പെടുത്തുകയാണെങ്കിൽ കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കും. കറാഹിയത അയ്യതഅവദു ഖുലുഖ സൂഇൻ, എന്ത് ഭയപ്പെട്ടിട്ട് അവൻ മോശപ്പെട്ടൊരു സ്വഭാവത്തിന്റെ ആളാവണ്ട എന്നുകൊണ്ട്. ഔ യബുന്ന അഹ്ദുനാ വന്നസൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരാള് മോശപ്പെട്ട ചിന്ത ചിന്തിക്കണ്ട എന്നതുകൊണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് തീർച്ചയായും യജമാനന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഖാദിമകളാണെങ്കിൽ യജമാനന്റെ കച്ചവട ചരക്കുകളോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ വസ്തുക്കളോ എല്ലാം എന്താകും, ഏൽപ്പിക്കുന്നുണ്ടാവും. നമ്മൾ ഒരു ജോലിക്കാരനെ പണം ഏൽപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വിൽക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നുണ്ടാവും, അതുപോലുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങൾ
കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി. നമ്മൾ 1 കിലോ ഒരു സാധനം കൊടുക്കുകയാണ്, ഇത് വിൽക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ കിലോ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഇത്ര പണം ഒരാൾക്ക് കൊടുക്കണം. അപ്പൊ ചില ആളുകൾ കാണാൻ സാധിക്കും വിശ്വസ്തത അങ്ങോട്ട് പിന്നെ കാണിച്ചുകൊണ്ട് ഒരാൾക്ക് കുറച്ച് പണം കൊടുക്കാൻ, ഇത്ര പണം ഉണ്ട്, അയാൾ മുമ്പിൽ വെച്ച് എണ്ണൊന്നുമില്ല, അവിടെ കൊടുക്കും, അയാളത് വാങ്ങും. എന്നിട്ട് എവിടെയെങ്കിലും പോയി എണ്ണുമ്പോഴേക്കും അതിൽ കുറവുണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, അപ്പോൾ വേറെ കുഴപ്പമുണ്ടാവും. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതെ ജോലിക്കാരുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യവും കൃത്യമായി ചെയ്യാൻ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. മനസ്സിലായല്ലോ എന്ത് കാര്യം? എന്തിനാണത്? കാരണം അങ്ങനെ ശ്രദ്ധിക്കാതെ പോയിട്ട് അവരൊരു മോശം സ്വഭാവത്തിന്റെ ആളാകരുത്. അതായത് എപ്പോഴും ഇപ്പൊ ജോലിക്കാരന് ഇപ്പൊ ഒരു 10,000 രൂപ കൊടുക്കുക, അപ്പൊ യജമാന്റെ മുന്നിൽ വെച്ച് എണ്ണീറ്റില്ല, അപ്പൊ ആ ജോലിക്കാരൻ എന്ത് ചെയ്യാം, അതിനൊരു 500 മാറ്റി വെച്ചിട്ട് 500 കുറവാങ്ങൾ തന്നതെന്നൊക്കെ പറയാം, കാരണം എണ്ണീറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. അല്ല എന്ത് കാര്യമാണെങ്കിലും, തൂക്കമാണെങ്കിലും എണ്ണമാണെങ്കിലും അളവാണെങ്കിലും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു മോശം സ്വഭാവത്തിലേക്ക് അവൻ എത്താതിരിക്കാനും, നീ അറിയാതെ തന്നെ യജമാനന്റെ ഭാഗത്ത് തന്നെ കുറവ് വന്നിട്ടുണ്ടാവും, പക്ഷെ ജോലിക്കാരനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ജോലിക്കാരൻ സത്യസന്ധനായിരിക്കും. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ യജമാനൻ എന്തുണ്ടാവും, ഒരു തൂക്കം തന്നെ ഉണ്ടാവും, ഇവരെടുത്തതാവോ, ഇവരെടുത്തിട്ടുണ്ടാവോ, അങ്ങനെ ഒരു മോശം ചിന്ത ഒഴിവാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇടപാടുകളിൽ അത് ആരുമായിട്ടാണെങ്കിലും, നമ്മളിപ്പോ ഒറ്റ മിത്രമാണെങ്കിലും ആരുമായിട്ടാണെങ്കിലും പണം ഏൽപ്പിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് എണ്ണിയിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കൃത്യമായ കണക്കിൽ അത് ചെയ്യണം. അതല്ല എങ്കിൽ എത്രയോ ബന്ധങ്ങൾ മുറിഞ്ഞു പോയത് കാണാൻ സാധിക്കും. മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾക്കിടയിൽ, സഹോദരന്മാർക്കിടയിൽ, കച്ചവടം ചെയ്യുന്ന ആളുകൾക്കിടയിൽ, ജോലിക്കാരന് യജമാന് ഇടയിൽ, ഇത് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഒരുപാട് ബന്ധങ്ങൾ മോശപ്പെട്ട രീതിയിൽ മുറിഞ്ഞു പോയത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് ഈ സഹാബി പറയുന്നത്? നമ്മൾ കൽപ്പിക്കപ്പെട്ടത് കൃത്യമായിട്ടൊക്കെ പൂർത്തിയാക്കി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ, കച്ചവടത്തിലും മറ്റെല്ലാ മേഖലകളിലുമെല്ലാം പകർത്തേണ്ട കാര്യമാണ്. അടുത്ത ബാബു മൻ അദ്ദ അലാ ഖാദിമിഹി മഖാഫത അദ്ദൻ. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെയാണ് ജോലിക്കാരന് എന്നെ തിട്ടപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. عن سلمان رضي الله عنه قال إني لا أعد العراق على خادمي مخافة الظن. ഞാൻ എൻ്റെ അടിമയുടെ വിഷയത്തിൽ ഉറാഖ് എന്ന് പറഞ്ഞാൽ ഈ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലുണ്ടാകുന്ന എല്ലിന്റെ ഇതിനാണ് ഉറാഖ് എന്ന് പറയുന്നത്. എല്ലിനാണ് ഉറാഖ് എന്ന് പറയുന്നത്. മാംസമൊക്കെ വിട്ടുപോന്നിട്ടുണ്ടാകുന്ന എല്ല്. അപ്പോ അടിമയ്ക്ക് ഖാദിമിന്റെ കയ്യിൽ അത് കൊടുത്തു വിടുകയാണെങ്കിൽ പോലും അതിലെത്ര എല്ലുണ്ട് എന്ന് വരെ എണ്ണം കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ വെക്കാറുണ്ട്, അവനെ കുറിച്ചൊരു മോശം ചിന്ത വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എത്ര നമ്മൾ വലിയ മൂല്യമുള്ള ഒരു കാര്യമായി കാണുന്ന കാര്യമില്ല, പക്ഷെ അതിൽ വരെ ഞാൻ അത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടാണ് ജോലിക്കാരുമായിട്ട് ചെയ്യാറുണ്ടായിരുന്നത്. മഖാഫത്തബ്ബൻ, അതെന്തിനാണ്? മോശപ്പെട്ട ഒരു ചിന്ത ഒരിക്കലും വരരുത് എന്നതുകൊണ്ട് എന്ന് സഹാബി പറയുകയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇപ്പൊ നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത വിഷയമാണെങ്കിൽ ഒഴിവാക്കി കൊടുക്കാം. അതല്ല എങ്കിൽ എല്ലാ മേഖലയിലും, ഇപ്പോൾ കച്ചവടത്തിൽ പാർട്ട്നേഴ്സായി ജോലി ചെയ്യുന്നവരാണെങ്കിലും ബാക്കി അന്ന് കൃത്യം കണക്കും കാര്യങ്ങളും ഒക്കെ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാബു അദബിൽ ഖാദിം. ഖാദിമിനെ അതവ് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഖാദിമിനെ മര്യാദ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത് ഖാദിമിനോട് കാരുണ്യം കാണിക്കേണ്ട മേഖലയും എല്ലാം പറഞ്ഞു. ഈ ഖാദിമിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചാൽ, തെറ്റുകൾ സംഭവിച്ചാൽ അതവ് പഠിപ്പിക്കണം. ആദ്യം പറഞ്ഞു തദ്ദീബിന്റെ ബാബിൽ അതവ് പഠിപ്പിക്കാൻ വേണ്ടി അടിക്കൽ അനുവദനീയമാണ്. عن يزيد بن عبد الله بن قصيد قال أرسل عبد الله بن عمر غلاما له بذهب أو بورق. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്ദേഹത്തിന്റെ ഒരു അടിമയെ കുറച്ച് സ്വർണമോ വെള്ളിയോ മറ്റോ ഏൽപ്പിച്ച് പറഞ്ഞയച്ചു. ഫസറഫഹു, എന്നാൽ ആ അടിമ എന്ത് ചെയ്തു? ആ സ്വർണവും വെള്ളിയും ഒരു കാലം നിശ്ചയിച്ചിട്ട് ഒരാൾക്ക് നൽകിയിട്ട്, ഇത്ര സ്വർണം ഉണ്ട്, ആ സ്വർണം നൽകിയിട്ട് പറഞ്ഞു നീ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അതിന് പകരം വെള്ളി എനിക്ക് തന്നാൽ മതി, കുറച്ചു കാലത്തിന് ശേഷം തന്നാൽ മതി എന്ന നിലയ്ക്ക് അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ചെയ്തു. അത് ഇസ്ലാം ചെയ്യാൻ പാടില്ല. സ്വർണം കൈയോട് കൈ കച്ചവടം ചെയ്യേണ്ട സാധനമാണ്. ഫഅംബറ ബിസ്സർഫ്, അപ്പൊ ആ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വൈകിപ്പിച്ചുകൊണ്ടുള്ള രീതിയിൽ ചെയ്തു. ഫറജഅ ഇലൈഹി ഫജലദഹു ജൽദൻ വജീഅൻ. അപ്പോ ഇത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ, ഈ അടിമ മടങ്ങി വന്നപ്പോൾ, ആ കാര്യം ഇങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ അടിമയെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വേദനിക്കുമാറ് അടിച്ചു.
വേദന ഉണ്ടാകുമാറ് അടിച്ചു. വഖാല എന്നിട്ട് പറഞ്ഞു ഇദ്ഹബ് ഫഖുദ് അല്ലദീ ലീ വലാ തസ്രിഫ്ഹു, ഞാൻ എന്താണ് തന്നത് തിരിച്ചു വാങ്ങിയിട്ട് പോയോ, അത് ഈ പണി ചെയ്യരുത്. അതായത് കൊടുത്തിട്ട് കുറച്ച് സമയം നിശ്ചയിച്ച് പിന്നെ ആക്കുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെ ബാവുമായി ബന്ധപ്പെട്ട വിഷയം, അടിമ ഇസ്ലാമിൽ അനുവദനീയമല്ലാത്ത ഹറാമായിട്ടുള്ള പലിശയുടെ ഇനത്തിൽ കൂട്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്തപ്പോൾ അടിമയെ തഅദീബ് പഠിപ്പിക്കാൻ വേണ്ടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടിച്ചു എന്നുള്ളതാണ്. അത് അനുവദനീയമാണ്. ഒരു അദബ് പഠിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് അടിക്കൽ അനുവദനീയമാണ്. രണ്ടാമത്തെ വിഷയം ഈ ഹദീസിൽ മനസ്സിലാക്കാനുള്ളത് സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ രീതിയിലുള്ള കച്ചവടത്തിന്റെ രീതികളാണ്. അതായത് നമുക്കറിയുന്ന കാര്യമാണ്, സ്വർണം, വെള്ളി, അതുപോലെ ഈത്തപ്പഴം, ഗോതമ്പ്, അതുപോലെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ സ്വർണവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ സ്വർണം പണം കൊടുത്ത് വാങ്ങുന്നതും ഒരുപോലെയാണ്. കാരണം സ്വർണത്തിന്റെ മൂല്യമാണ് ഇവിടെ പണത്തിന്റെ അടിസ്ഥാനം. അങ്ങനെയുള്ള കച്ചവടങ്ങൾ കയ്യോട് കൈ നടക്കണം. ഇപ്പോൾ ഒരാൾ ഇന്ന് ഒരു 10 പവൻ വാങ്ങി, എന്നിട്ട് അയാൾ പറയാണ് ഇതിന്റെ പണം ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞാൽ ഇന്ന് 10 പവന്റെ വില ആയിരിക്കില്ല അപ്പോൾ 10 പവൻ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇന്നൊരാള് ഇന്നത്തെ 10 പവന്റെ വിലക്ക് പണം കൊടുത്തു, എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ആ 10 പവൻ സ്വർണം വാങ്ങാൻ, ഇന്നത്തെ വിലക്ക് ആ സ്വർണം വാങ്ങാൻ പറ്റൂല, അന്ന് വില മാറിയിട്ടുണ്ടാവും. അതുപോലെ സ്വർണം, വെള്ളി, അതുപോലെയുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യോട് കൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 രീതിയിൽ ആ വിഷയത്തിലുള്ള ഹദീസുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, മാലിക് ഇബ്നു ഔസ് ഈ വിഷയത്തിലുള്ള, ഏത് സ്വർണവുമായി ഈ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ളത്, മാലിക് ഇബ്നു ഔസ് റഹിമഹുല്ലാ അദ്ദേഹവും അതുപോലെ ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലയും തമ്മിൽ ഈ ഒരു സ്വർണത്തിന്റെ വിഷയത്തിൽ ഒരു കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സ്വർണം ആദ്യം വാങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് സമയം കഴിഞ്ഞിട്ട് പിന്നീട് പണം നൽകാം എന്നുള്ള രീതിയിലാണ് കച്ചവടം ഉണ്ടായിരുന്നത്. ഇത് ആര് കേട്ടു? ഉമർ റളിയല്ലാഹു അൻഹു ഈ കച്ചവടത്തിനെ പറ്റി കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ തുഫാരിഖു ഹത്താ തഅഖുദ മിൻ, ആ കൊടുത്ത് തിരിച്ചു വാങ്ങാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, തിരിഞ്ഞു പോകരുത് എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ കച്ചവടം പറ്റൂല. എന്നിട്ട് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സഹബു ബിസ്സഹബി റിബൻ ഇല്ലാ ഹാ വഹാ, സ്വർണവും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങൽ പലിശയാണ്, കൃത്യമായി അപ്പപ്പം ചെയ്യാതെ. വൽ ബുർറു ബിൽ ബുർരി റിബൻ ഇല്ലാ ഹാ ഹാ, ഗോതമ്പാണെങ്കിലും ഗോതമ്പ് കൊടുത്ത് ഗോതമ്പ് വാങ്ങുന്ന ആ കച്ചവടം. വശഈർ റിബൻ ഇല്ലാ ഹാ ഹാ, ബാർലി ആണെങ്കിലും. വത്തംറു ബിത്തംരി റിബൻ ഇല്ലാ ഹാ ഹാ, ഈത്തപ്പഴമാണെങ്കിലും. ഇതുപോലെ 8ഓളം സാധനങ്ങൾ വേറെയും ഹദീസിൽ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ കൃത്യമായിരിക്കണം. അന്ന് കാലത്ത് ചില ഇത് കച്ചവടം, ഒരു പാകമായ ഈത്തപ്പഴം വെക്കും, അത് നൽകിയിട്ട് ചിലപ്പോൾ അതിന് പകരം പാകമാകാത്ത 2 കൊട്ട ഈത്തപ്പഴം, അല്ലെങ്കിൽ പിന്നീട് ഒരു ഈത്തപ്പഴം, അങ്ങനെ കച്ചവടം നടക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും സ്വർണത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അധികം മുസ്ലിമീങ്ങൾക്ക് പോലും ഈ കാര്യം അറിയില്ല. മുസ്ലിമീങ്ങളൊക്കെ സ്വർണം കടം വാങ്ങുന്നത് കാണാൻ സാധിക്കും. സ്വർണ്ണക്കടയിൽ പോയിട്ട് കടം വാങ്ങുന്നത് കാണാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് സ്വർണ്ണക്കടയിലെ ഓരോ രീതികളിൽ ആദ്യം പണം കൊടുത്ത്, ഇന്ന് പണം കൊടുത്താൽ 1 കൊല്ലം കഴിഞ്ഞാലും ഇന്നത്തെ വിലക്ക് സ്വർണം കിട്ടുന്ന കാര്യം കാണാം. അതൊന്നും ശരിയായിട്ടില്ല. അതിൽ പലിശയുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. മറ്റൊരു സംഭവം കാണാം, സഹീഹ് മുസ്ലിമിൽ അബിൽ മിൻഹാൽ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ബഅ ശരീകുൻ ലി വറഖൻ ബിനസീഅത്തിൻ ഇലൽ മൂസിം ഔ ഇലൽ ഹജ്ജ്, അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ആയിട്ടുള്ള ഒരാള് കുറച്ച് വെള്ളി വാങ്ങി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളി വാങ്ങിയിട്ടുണ്ട്, പക്ഷെ പണം ഹജ്ജിന്റെ സമയത്തെ തിരിച്ചു വരുള്ളൂ, ഇതിന്റെ പണം ഹജ്ജിന്റെ സമയത്ത് തരാം എന്നുള്ള നിലക്കാണ് വാങ്ങിയത്. ഫജാ ഇല ഫഅഖ്ബറനി, അപ്പോ ആ പാർട്ട്ണർ വന്നിട്ട് ഇദ്ദേഹത്തെ അറിയിച്ചു അങ്ങനെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദാ അംറുൻ ലാ യസ്ലു, ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. ഖാല ഖദ് ബിഅ്തുഹു ഫിസ്സൂഖ്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് വാങ്ങിയത്, കച്ചവടം നടത്തിയത് അങ്ങാടിയിൽ വെച്ചിട്ടാണ്. ഫലം യുൻകിർ ദാലിക അലയ്യ അഹദുൻ, എന്നോട് ഒരാളും എതിർത്തില്ലല്ലോ, ഒരാളും എതിർത്തില്ലല്ലോ. നമ്മുടെ ആളുകളുടെ സാധാരണ ഒരു ചിന്തയാണ്, ബാക്കിയുള്ള ആൾക്കാരൊന്നും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ശരിയാന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയും ആ അങ്ങാടിയിൽ ഇതിനെക്കുറിച്ച് അറിവനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കച്ചവടക്കാർ അവരുടെ കച്ചവടത്തിന്റെ വിഷയത്തിലുള്ള ദീനിയായ ഹുക്മുകൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അത് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി വേണം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങാടിയിൽ വെച്ച് ചെയ്തു, ആരും ഒന്നും എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഫഅതീതുൽ ബറാ ഇബ്നു ആസിബ്, അങ്ങനെ ഈ വ്യക്തി താബിഈയാണ്, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ഫസഅൽതു, ഇതിനെ കുറിച്ച് ചോദിച്ചു. ഇൽമു അടക്കാണ്, സഹാബികൾ ജീവിക്കുന്നുണ്ട്. അപ്പോ അവരുടെ വിഷയത്തിൽ ഏറ്റവും അറിവുള്ള ആളുകൾ ആരാണ്? സഹാബികളാണ്. അവരോട് പോയി ചോദിച്ചു. ഇതുപോലെയാണ് ആയിരിക്കണം. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിച്ചിട്ടായിരിക്കണം നാം ചെയ്യേണ്ടത്. അവർ ചെന്നു.
فقال قدم النبي صلى الله عليه وسلم المدينة ونحن نبيع هذا البيع. അവർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ കച്ചവടം ചെയ്യാറുണ്ടായിരുന്നു. സ്വർണം കൊടുക്കും, എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പൈസ മതി, അപ്പോഴുള്ള പൈസ മതി, അതിന് വെള്ളി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ സ്വർണം കൊടുത്തിട്ട് വെള്ളി പകരം വാങ്ങും. അത് പിന്നെ ആ സദസ്സിൽ വെച്ച് അപ്പയായിരിക്കില്ല, പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും. ഇന്ന് 10 പവൻ സ്വർണം കൊടുക്കും, അതിന്റെ പകരമുള്ള വെള്ളി പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് വാങ്ങും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ കാന യദൻ ബിയദി, ഇത് കയ്യോട് കൈ, അതാ ഒറ്റ ഇരിപ്പിൽ ഒറ്റ സദസ്സിൽ ചെയ്യാതെ ഇത് ചെയ്യാൻ പാടില്ല. ഫലാ ബഅസ ബിഹി, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. വമാ കാന നസീഅതൻ ഫഹുവ റിബൻ, എന്നാൽ ഈ സമയം വെച്ചിട്ട് ഇപ്പൊ പണം കൊടുക്കുക പിന്നെ സ്വർണം വാങ്ങുക, അല്ലെങ്കിൽ ഇപ്പൊ സ്വർണം വാങ്ങുക പിന്നെ പണം, അങ്ങനെ വെച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ അത് പലിശയാണ്. വഅതി സൈദ് ഇബ്നു അർഖം, അങ്ങനെ അവര് പിന്നെ എന്ത് ചെയ്തു, സൈദ് ഇബ്നു അർഖമിന്റെ അടുക്കിലേക്ക് പോയി. ഫഇന്നഹു അഅ്വമു തിജാറതൻ മിന്നി, അദ്ദേഹം അവിടെ വലിയ കച്ചവടക്കാരനാണ്. സൈദ് ഇബ്നു അർഖം വലിയ കച്ചവടക്കാരനാണ്. ഫതൈതുഹു ഫസഅൽതുഹു, അദ്ദേഹത്തിനോട് പോയി ചോദിച്ചു ഈ കാര്യം. ഫഖാല മിസ്ല, ഇതുപോലെ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ 2 കാര്യങ്ങളാണ് ഈ ഹദീസിൽ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സ്വർണം, വെള്ളി, അതുപോലെ ഗോതമ്പ്, ഈത്തപ്പഴം, അതിൽ ഉപ്പ് വന്നിട്ടുണ്ട്, മിൽഹ് വന്നിട്ടുണ്ട്, ഷഈർ, ബാർലി വന്നിട്ടുണ്ട്, അതുപോലുള്ള സാധനങ്ങളുടെ കച്ചവടത്തിന്റെ നിയമം. അതുപോലെ 2ാമത്തെ കാര്യം, നമ്മുടെ ബാവുമായി ബന്ധപ്പെട്ട വിഷയം, അടിമ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വന്നപ്പോൾ അദബിന് വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടിക്കുകയുണ്ടായി. അടുത്ത ഹദീസാണ് അബി മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു അദ്രിബു ഗുലാമൻ ലി ഫസമിഅതു മിൻ ഖൽഫി സൗതൻ. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഞാൻ എൻ്റെ ഒരു അടിമയെ അടിക്കുകയായിരുന്നു. അപ്പൊ എന്റെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു, അഅലം അബാ മസ്ഊദ് ലല്ലാഹു അഖ്ദറു അലൈക മിൻക അലൈഹി. അബൂ മസ്ഊദ്, നിങ്ങൾ മനസ്സിലാക്കുക, അവന്റെ മേലെ നിങ്ങൾക്കുള്ള അധികാരത്തിനേക്കാൾ, കഴിവിനേക്കാൾ നിങ്ങളുടെ മേലെ അധികാരമുള്ളവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞു. ഫൽതഫത്തു ഫഇദാ ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ ഈ സ്വഹാബി പറയാണ്, ഞാൻ തിരിഞ്ഞോക്കിയപ്പോൾ അവിടെ അതാ അള്ളാഹുവിന്റെ റസൂൽ നിൽക്കുന്നു. ഖുൽതു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ അവർക്ക് വിഷമായി. സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഫഹുവ ഹുർറുൻ ലിവജ്ഹില്ലാഹ്, ഞാൻ ഈ അടിച്ചത് കൊണ്ട് ഇതാ ഇനി ആ അടിമ സ്വതന്ത്രനാണ്, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, അവനെ സ്വതന്ത്രനാക്കുന്നു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇൻ ലൗ ലം തഫ്അൽ ലമസ്സത്ക അന്നാർ ലലഫഹക അന്നാർ, നീ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ നരകം നിന്നെ സ്പർശിക്കുമായിരുന്നു, കരിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. അപ്പൊ നമ്മുടെ കീഴിലുള്ള ആളുകൾ, നമുക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ നമുക്ക് അധികാരമുള്ള ആളുകളായിരിക്കാം. പക്ഷെ അവരെ ഒരു അന്യായമായിക്കൊണ്ട്, അദബിന്റെ ബാബിലല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു പരിധി ലംഘിച്ചുകൊണ്ട് അടിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ ശിക്ഷ നിർബന്ധമാകാൻ കാരണമാകുന്ന കുറ്റമാണ്. അവരോട് നിൽക്കേണ്ട നിലപാടുകളുണ്ട്. അടുത്ത ബാബ്, ബാബു ലാ തഖുൽ ഖബ്ബഹല്ലാഹു വജ്ഹഹു. ഒരാളോട് പറയാൻ പാടില്ല, നിന്റെ മുഖം അല്ലാഹു വികൃതമാക്കട്ടെ, അല്ലെങ്കിൽ മ്ലേച്ഛമാക്കട്ടെ, അല്ലെങ്കിൽ മുഖം വിരൂപമാക്കട്ടെ, ആ രീതിയിൽ വാക്ക് പറയാൻ പാടില്ല എന്നുള്ള ഹദീസാണ്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال لا تقولوا قبح الله وجهه. നിന്റെ മുഖത്തെ അല്ലാഹ് പിന്നെ ഖബ്ബഹ എന്ന് പറഞ്ഞാൽ നിന്ദ്യമാക്കട്ടെ, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ആക്കട്ടെ എന്ന് പറയാൻ പാടില്ല. ഇത് ശരിക്ക് നമ്മൾ മലയാളികൾ കേൾക്കുമ്പോൾ നമുക്കതിന്റെ ഒരു പിന്നെ ആശയം ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചോളുന്നില്ല. നമുക്ക് അറബികളെ കാണാൻ സാധിക്കും. അറബികൾ എപ്പോഴും പല രീതിയിൽ വാക്കുകൾ പറയും. ഇതേ രീതിയിൽ ഇപ്പോൾ നവ്വറല്ലാഹു വജ്ഹ, അള്ളാഹു നിന്റെ മുഖം പ്രകാശിപ്പിക്കട്ടെ, ബയ്യല്ലാഹു വജ്ഹ, അള്ളാഹു നിന്റെ മുഖം നല്ല വെളുപ്പിക്കട്ടെ, പ്രകാശിപ്പിക്കട്ടെ, അങ്ങനെ അള്ളാഹു യുഇസ്സുക്, അള്ളാഹു യുഹീക്, അള്ളാഹു നിനക്ക് ഇസ്സത്ത് നൽകട്ടെ, അങ്ങനെ ധാരാളം വാക്കുകൾ അറബികളുടെ ഇടയിൽ പറയും. അപ്പൊ ആ രീതിയിൽ പറയുന്നൊരു വാക്കായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അവർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം ഖബ്ബഹ അല്ലാഹു വജ്ഹഹു, വജ്ഹക്, നിന്റെ മുഖം എങ്ങനെ ആക്കട്ടെ എന്നുള്ളത് അത് പറയാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ അതേ ആശയത്തിലുള്ള മറ്റൊരു ഹദീസ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ലാ തഖൂലന്ന, നീ ഒരിക്കലും പറയരുത് ഖബ്ബഹ അല്ലാഹു വജ്ഹക് വവജ്ഹ മിൻ അശ്ബഹി വജ്ഹിക് ഫഇന്ന അല്ലാഹ അസ്സ വജല്ല ഖലഖ ആദം അലാ സൂറതിഹി. ഒരിക്കലും നിന്റെ ഒരാളെ മുഖത്തെ ഇങ്ങനെ പറയാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമയെ സൃഷ്ടിച്ചിട്ടുള്ളത് അലാ സൂറതിഹി. ഇവിടെ സൂറത്തിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ അവന്റെ രൂപത്തിൽ എന്നാണ് അർത്ഥം, അവന്റെ കോലത്തിൽ എന്നാണ് അർത്ഥം. ഉലമാക്കൾക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ്
അവന്റെ കോലത്തിൽ എന്ന് പറഞ്ഞ ദമീർ സൂറത്തുഹു എന്ന് പറഞ്ഞ അല്ല സൂറത്തിഹി എന്ന് പറഞ്ഞ ആ ഹാ ദമീർ എങ്ങോട്ടാണ് മടങ്ങുന്നത്? അള്ളാഹുവിലേക്കാണോ അതോ ആദം നബി അലൈഹി ഇസ്ലാമിലേക്കാണോ മടങ്ങുന്നത് എന്നുള്ളത് ശരിയായ അഭിപ്രായമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ രൂപത്തിലാണ് എന്നതാണ്. അഥവാ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ രൂപം സൃഷ്ടിച്ച് ബാക്കിയുള്ള എല്ലാവരെയും ആ ഒരു രൂപത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് സൃഷ്ടിച്ചിട്ടുള്ളത്. നാളെ സ്വർഗത്തിൽ എല്ലാവരും പ്രവേശിക്കുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ആ രൂപത്തിലായിരിക്കും, ആ വലുപ്പത്തിലായിരിക്കും എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിലേക്കാണ് അത് മടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ മറ്റു പല കാര്യങ്ങൾക്കും എതിരാവും. ഖുർആനിൽ തന്നെ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ കോലത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താകില്ല, അതിന്റെ ആശയം ശരിയാകില്ല. എന്നാലും പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള വേറെയും ചില ഹദീസുകൾ അടിച്ചാൽ ചർച്ചയുള്ള വിഷയമാണ്. ഇവിടെ വിഷയം ഒരാളുടെ മുഖത്ത് അയാളുടെ മുഖം ഖബ്ബഹല്ലാഹു വജ്ഹക് എന്ന രീതിയിൽ വാക്കുകൾ പറയാൻ പാടില്ല. കാരണം മുഖം എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത ഹദീസാണ് അടിക്കുന്ന വിഷയത്തിൽ മുഖത്തടിക്കാൻ പാടില്ല. കാരണം സുജൂദ് എന്നുള്ളത് ആ മുഖത്തെ അള്ളാഹുവിന് മുമ്പിൽ നിരത്തി വെക്കുന്നത് കൊണ്ടാണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം. അപ്പോ ആ മുഖത്തിന് കൊടുക്കേണ്ട ചില മര്യാദകളുണ്ട്, അതിൽപ്പെട്ടതാണ് ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതും. അടുത്ത ബാബു ലിയജ്തനിബൽ വജ്ഹ ഫി ദ്ദർ, അടിക്കുന്ന സമയത്ത് പടിമകളെ മറ്റോ അടിക്കുന്ന സമയത്താണെങ്കിലും മുഖത്ത് അടിക്കാൻ പാടില്ല, മുഖം ഒഴിവാക്കണം എന്നുള്ളത്. ഈ ബാബിലെ ഹദീസ് عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إذا ضرب أحدكم خادمه, ആരെങ്കിലും അവന്റെ ജോലിക്കാരനെ, അവന്റെ കീഴിലുള്ള ആളെ, അവന്റെ അടിമയെ അടിക്കുകയാണെങ്കിൽ ഫല്യജ്തനിബിൽ വജ്ഹ്, അവന്റെ മുഖം ഒഴിവാക്കണം, മുഖത്തടിക്കാൻ പാടില്ല, മുഖത്ത് അടിക്കാൻ പാടില്ല. ഇപ്പൊ മക്കളെ ആണെങ്കിലും ഭാര്യയാണെങ്കിലും ആരെങ്കിലും അടിക്കുന്ന ആ സമയം അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ, അദബിന്റെ ബാബിൽ അടിക്കുന്ന ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മുഖത്ത് അടിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ അടിക്കുന്ന വിഷയം എന്താണ്, അത് തഹദീബിന്റെ ബാബിലാണ്, അത് ആദ്യം മനസ്സിലാക്കണം. തെറ്റ് ചെയ്താലോ അല്ലെങ്കിൽ അത് പഠിപ്പിക്കാനോ വേണ്ടി അടിക്കുകയാണെങ്കിലും മുഖത്ത് അടിക്കാൻ പാടില്ല. അടുത്ത ഹദീസ് عن جابر قال مر النبي صلى الله عليه وسلم بدابة قد وسم يدخن منخراه قال النبي صلى الله عليه وسلم ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മൃഗത്തിന്റെ അടുക്കലൂടെ പോവാണ്, വളർത്തുമൃഗ. പണ്ട് കാലത്തെ അറബികളുടെ രീതി, ഇന്നും നമ്മുടെ നാടുകളിൽ വേറെ ചില രീതിയിലാണ് ചെയ്യാറുള്ളത്, ചില നാടുകളിൽ കാണാം. അന്ന് അവർ മുഖത്ത് ഇന്ന ആളുടെ മൃഗമാണ് എന്നറിയാനൊക്കെ വേണ്ടി അല്ലെങ്കിൽ അടയാളത്തിന് വേണ്ടി മുഖത്ത് അവർ ഇരുമ്പൊക്കെ ചൂടാക്കിയിട്ട് അടയാളം വെക്കും, പൊള്ളിക്കും. മുഖത്താണ് വെക്കുക, ചെയ്യാറുള്ളത് മുഖത്താണ് വെക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മൃഗത്തിന്റെ അടുത്തോട്ട് പോകുമ്പോൾ അപ്പം പൊള്ളിച്ചിട്ടുള്ളൂ, അപ്പം വെച്ചിട്ട് ആ പൊള്ളിയ ഭാഗത്തുനിന്ന് പുക ഇങ്ങനെ വരുന്നുണ്ട്, അതായത് യുദഖിനും പുക വരുന്ന ആ വേദന ഏറ്റവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗത്തിന്റെ അവസ്ഥ മുഖത്ത് ചെയ്തുകൊണ്ടിരിക്കുക. പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഅന അല്ലാഹു മൻ ഫഅല ഹാദാ, ഇങ്ങനെ ചെയ്യുന്നവരെ അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. ലാ യസിമ്മന്ന അഹദുൻ അൽവജ്ഹ വലാ യുദ്രിബന്നഹു, ഒരാളും മുഖത്ത് അടയാളം കുത്തുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അടിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. മൃഗത്തിന്റെ കാര്യത്തിൽ വരെ പറഞ്ഞതാണ്, ഒരു മൃഗത്തിന്റെ കാര്യത്തിൽ വരെ പറഞ്ഞതാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ മുഖത്തടിച്ചാലോ അതൊരു മുസ്ലിമിന്റെ മുഖത്തടിക്കുന്നതോ ഗൗരവമുള്ള വിഷയമാണ്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഈ അടയാളം വെക്കുക എന്നുള്ളത് ചെവിയിലോ മറ്റോ എല്ലാം ചെയ്യുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെവിയിൽ അതുപോലെ അടയാളം വെക്കുന്നത്, ആടുകളെ അടയാളം വെക്കുന്നത് കണ്ടതായി അനസ് റളിയല്ലാഹു അൻഹു നിന്നെല്ലാം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മുഖത്ത് കുത്തുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ബാബു മൻ ലഖമ അബ്ദഹു ഫലിയുഅ്തിഖ്ഹു മിൻ ഗൈരി ഈജാബിൻ, ഒരാൾ അവന്റെ അടിമയെ അടിക്കുകയാണെങ്കിൽ അവൻ യാതൊരു പണത്തിനോ മറ്റോ ഒന്നിനും വേണ്ടി അല്ലാതെ വേറൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ അവൻ ആ അടിമയെ മോചിപ്പിക്കേണ്ടതുണ്ട് എന്ന ഹദീസാണ്. عن هلال بن يساف قال كنا نبيع البز في دار سويد بن مقرن, സുവൈദ് ബിൻ മുഖർറൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ വെച്ച് ഞങ്ങൾ വസ്ത്രങ്ങൾ കച്ചവടം ചെയ്യാറുണ്ട്, കൊടുക്കാൻ വാങ്ങുകയും ചെയ്യാറുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫഖറജത് ജാരിയത്തുൻ, ആ വ്യക്തിയുടെ ആ വീടിന്റെ ഉടമസ്ഥന്റെ
ഒരു അടിമപ്പെണ്ണ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. ഫഖാലത് ലിറജുലിൻ ഷൈഅൻ, അപ്പോൾ ഇവരെ കൂട്ടത്തിൽ കച്ചവടത്തിനായി വന്നിട്ടുള്ള ആളുകളുള്ള ഒരു പുരുഷനോട് എന്തോ സംസാരിച്ചു. അയാളുടെ അടിമപ്പെണ്ണ് വന്നിട്ട് എന്തോ സംസാരിച്ചു. ഫലഖമഹ ദാലിക الرجل فقال له سويد بن مقرن, അപ്പോൾ ആ വീടിന്റെ ആള് അവിടെ വ്യക്തി ഈ പെണ്ണിനെ, ഈ അടിമപ്പെണ്ണിനെ എന്ത് ചെയ്തു? ഈ സംസാരിച്ച ആള് ഈ പെണ്ണിന്റെ മുഖത്ത് അടിച്ചു. അപ്പൊ അത് കണ്ടപ്പോ സുവൈദ് ഇബ്നു മുഖരിൻ പറഞ്ഞു, അലതംത വജ്ഹഹ, നീ അവളുടെ മുഖത്താണോ അടിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലഖദ് റഅയ്തുനി സാബിഅ സബ്അത്തിൻ വമാ ലനാ ഇല്ലാ ഖാദിം, ഞങ്ങൾ 7 ആള് മാത്രമായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാം കൂടി ഒരു അടിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ജോലിക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫലതമഹ ബഅദുന, ആ അടിമപ്പെണ്ണിനെ അല്ലെങ്കിൽ ആ ജോലിക്കാരിയായിട്ടുള്ളവരെ ഞങ്ങളിൽ പലരും അടിച്ചു, അതുപോലെ അടിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഫഅമറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഅതിഖഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിച്ചത്, അല്ലെങ്കിൽ അടിച്ചവരോട് കൽപ്പിച്ചത്, അതിന്റെ യജമാനോട് കൽപ്പിച്ചത് അവളെ സ്വതന്ത്രനാക്കാനാണ് എന്നതാണ്. അതായത് ഈ അടിമകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലതും ഇന്ന് കാലത്ത് പറയുമ്പോൾ ഇസ്ലാമിനെ പലരും കുറ്റപ്പെടുത്താൻ അടിമ സമ്പ്രദായത്തിനെ പറ്റി പറയാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ കേൾക്കുമ്പോഴും നമുക്ക് അടിമകളെ കുറിച്ച് ഫിഖ്ഹിലുള്ള ചർച്ചകളുണ്ട്. പരമ്പരാവകാശ നിയമത്തിൽ അത് അടിമക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അടിമ മോചനത്തിന്റെ നിയമങ്ങൾ എങ്ങനെയാണ്, അടിമയുടെ വിവാഹം, അടിമയിലുണ്ടായ കുട്ടി, അങ്ങനെ ഒരുപാട് മസാലകൾ ചർച്ചയുണ്ട്. അതൊന്നും നമുക്ക് അത്ര ഒരു പരിചിതമോ അല്ലെങ്കിൽ നമുക്ക് അതൊരു ആവശ്യകതയാണോ എന്ന് തോന്നാതിരിക്കാനുള്ള കാരണം നമുക്കങ്ങനെ സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഇടയിൽ നമ്മുടെ ഉപ്പമാരോ പൂർവ്വപിതാക്കന്മാരോ ഒന്നുമില്ല ഈ ഒരു സമ്പ്രദായത്തിനെ കുറിച്ച് കേട്ടറിവില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കാത്തത്. എന്നാൽ അന്ന് കാലത്ത് ഈ ഓരോ കാര്യം, ഒരു അടിച്ചതിന്റെ പേരിൽ അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ വിലപിടിച്ച ഒരു കാര്യത്തെയാണ് അവർ ഒഴിവാക്കേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത ദിവസത്തിൽ നോക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.